ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല മഴയാണ് കേട്ടോ. രാവിലെ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോകണത് തന്നെ. വെള്ളം തലയിൽ വിട്ടാണ്. ഇന്ന് ഒരു സിമ്പിൾ പുളിങ്കറിയാണ് കേട്ടോ. ഒരു വെറൈറ്റി സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് എങ്ങനെയാണ് വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നമുക്ക് മത്തനും കുമ്പളങ്ങയും വിട്ടിട്ടൊരു കളിയില്ല കേട്ടോ. അതാണ് കേട്ടോ വീഡിയോ ഇരുന്നത്. അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഉള്ളിലത്തെ സാധനങ്ങളാ ഞങ്ങൾ കഴിക്കുന്നത് വെക്കുന്നത് കഴിക്കും. കൂടുതലും വെജിറ്റേറിയനാണ്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. ഒരു 5 വറ്റൽ മുളക്, മുളകൊന്ന് വറുത്തെടുക്കുക. ഡ്രൈ റോസ്റ്റ് എണ്ണയിലാണ്ട് വറുത്തെടുക്കണം കേട്ടോ. മുളകായി, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, ഉലുവയൊന്ന് വറുത്തെടുക്കുക. ഇത്രയും മതി കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ഇട്ടാണ്. നന്നായി കഴുകിയതാണ്. അതൊന്ന് വറുത്തെടുക്കാം. പരിപ്പായിട്ടാ ഇതിൽ കൊട്ടിക്കൊടുക്കുക. നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ഒരു ചെറിയ മുറി തേങ്ങ, പിന്നെ ഈ കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് കറി വയ്ക്കാം. ഇതിലേക്ക് ഒരു സവാള കേട്ടോ. സവാള ഇടുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഒരു ചെറിയ കഷ്ണം മത്തൻ, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ. കുമ്പളങ്ങൻ്റെ പകരം പപ്പായ ഇട്ടിട്ടും വെക്കാം കേട്ടോ. ഓമക്കായി സൂപ്പർ ടേസ്റ്റാണ്. ഓമക്കായി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്ന് വേകട്ടെ. അടച്ച് വെക്കട്ടോ. നന്നായി വേകട്ടെ. ഇത് കഷ്ണങ്ങൾ വെന്താ നോക്കാം. കഷ്ണങ്ങൾ വെന്തുട്ടാ. പുളിങ്കറിയല്ലേ, അപ്പോൾ കുറച്ച് പുളിയിട്ടാ. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഒന്ന് തിളക്കട്ടെ. പുളി ഒഴിച്ചിട്ട് തിളച്ചുട്ടാ. ഇനി നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ കറി തിളച്ചുട്ടാ. നന്നായിട്ട് നല്ലൊരു മണമാണ്. ഇനി ഒന്ന് താളിച്ച് വയ്ക്കുക. ചീനിച്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ കേട്ടോ. കടുകിട്ട് കൊടുക്കാം.
വറ്റൽമുളക്, കറിവേപ്പില കേട്ടോ. ഓഫൊക്കെ ഒഴിച്ചെടുക്കാം കേട്ടോ. പോകാം. സൂപ്പർ പുളിങ്കറി കണ്ടത് ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം. ഇതിൻ്റെ മണം കേട്ടാൽ തന്നെ ചോർന്നു. കണ്ടോ നല്ല മണം. നല്ലൊരു കറിയാണ്. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിണ്ടല്ലോ വയറ് നിറയെ ചോർന്നു. നല്ല മഴയുണ്ടാ ഏട്ടാ. കേബേജ് അരിയാണ് കേട്ടോ ഉപ്പേരിക്ക്. തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നമുക്ക് പുറത്തേക്ക് എല്ലാത്തിനും പുറത്ത് പോകണം വെള്ളം എടുക്കാൻ. അപ്പം അതുകൊണ്ട് തലയിൽ നെറിയിൽ വെള്ളം വീഴുള്ളൂ. മോൻ നോക്കട്ടെ. ഇവിടെ ഇരുട്ടുമായി. ഇരുട്ടടച്ച മഴയാണ്. ഇന്ന് സ്കൂളും ഇല്ല. യൂണിഫോം പഠിക്കുമോ? ഇന്ന് തിരുമ്പിയാലാണ് നാളെ തിങ്കളാഴ്ചക്ക് പഠിക്കുമല്ലോ. ഇടാനും ഉണക്കാനും സൗകര്യമില്ല. മുറിച്ചെടുത്തിട്ട് ഉപ്പേരി വെക്കട്ടെ കേട്ടോ. കേബേജ് തോരൻ വെക്കാം കേട്ടോ. മഴ കാരണം സൗണ്ടും കേൾക്കുന്നില്ല. നല്ല മഴയാണ്. കണ്ട് കറിവേപ്പില. ഇന്ന് സ്കൂളിലത് ഭാഗ്യം. അല്ലെങ്കിൽ ആ മഴയിൽ തന്നെ പോകണം. സെക്കൻഡ് സാറ്റർഡേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക്, ഉള്ളിയൊക്കെ ഇട്ട് കണ്ട ഒന്നായി തിരിഞ്ഞ് എടുക്കുക. ഞാൻ മിക്കതും ഞാൻ കേബേജ് തോരൻ വെക്കുക. എല്ലാം കൂടി തന്നെ ഇട്ട് തിരിഞ്ഞു നമുക്ക് കാര്യം കഴിയില്ലേലോ. മറ്റത് ഒന്ന് വഴറ്റി ഇതിട്ട് ഇളക്കി പൊരിച്ച് നേരം മുളകാക്കി. അത് രണ്ട് കറി സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. രണ്ടും ഇഷ്ടപ്പെട്ട ഇഷ്ടമാണ്. നമ്മളെല്ലാം ഇഷ്ടപ്പെട്ട തന്നെ കളിക്കുക. അടച്ചു വെച്ച് വേകട്ടെ. കേബേജ് കൊണ്ടുവിട്ടാ കുറച്ച് തേങ്ങ കൊടുക്കാം. തേങ്ങ ഇല്ല ഇവിടെ. ഉണ്ട് കുറച്ച്. നോക്കൂ ഗൈസ്, അന്യായം തേങ്ങ തരുന്നില്ല. ഇന്നലെ രണ്ടെണ്ണമായി രണ്ടും കഴിഞ്ഞു. ഇന്നലെ ഒന്ന് കഴിഞ്ഞു. അവിടെ കുറച്ച് പൊട്ട് പൊട്ട് കിടക്കുന്നുണ്ട്, അതെങ്കിലും തരും. പറയുള്ളൂ. ഓഫാണ്. ഞങ്ങൾ ഫോണ് കഴിക്കേണ്ട. ഉച്ചയായി നേരം. മഴ കാരണം പുറത്തിറങ്ങിയിട്ടില്ല. ഈ കറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. ഞാനുണ്ണി ഉള്ളിക്കില്ല കേട്ടോ. അവിടെ ഇട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചത് മാത്രം. ഫോണ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ.